രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ കേവലം അതിർത്തികളിൽ മാത്രം ഒതുങ്ങിനിൽക്കുന്ന ഒന്നല്ല, അത് മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ആഴത്തിൽ മുറിപ്പെടുത്തുന്നു. യുദ്ധത്തിന്റെ ആഘാതങ്ങൾ പ്രധാനമായും താഴെ പറയുന്ന രീതികളിലാണ് ജനങ്ങളെ ബാധിക്കുന്നത്. 1. സാധാരണ ജനങ്ങൾ. യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ നിഷ്കളങ്കരായ സാധാരണക്കാരാണ്. ജീവൻ നഷ്ടപ്പെടൽ. ബോംബാക്രമണങ്ങളിലും വെടിവയ്പ്പുകളിലും ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. പലായനം. വീടും നാടും ഉപേക്ഷിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി മാറുന്നു. ഇത് വലിയൊരു മാനുഷിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച. ആശുപത്രികൾ, സ്കൂളുകൾ, വൈദ്യുതി, ശുദ്ധജലം എന്നിവ ഇല്ലാതാവുന്നത് ജനജീവിതം ദുസ്സഹമാക്കുന്നു. 2. സാമ്പത്തിക മേഖല. യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സമ്പദ്വ്യവസ്ഥയെ ഇത് ബാധിക്കും. വിലക്കയറ്റം, ഇന്ധനം, ഭക്ഷണം എന്നിവയുടെ വിതരണം തടസ്സപ്പെടുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരാൻ കാരണമാകുന്നു. തൊഴിലില്ലായ്മ. വ്യവസായശാലകൾ തകരുകയും വ്യാപാരം നിലക്കുകയും ചെയ്യുന്നതോടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. രൂപയുടെ മൂല്യം. സാമ്പത്തിക അസ്ഥിര മൂലം കറൻസികളുടെ മൂല്യം ഇടിയുന്നു. 3. സൈനികരും അവരുടെ കുടുംബങ്ങളും. യുദ്ധക്കളത്തിലുള്ള സൈനികർ നേരിട്ടുള്ള ആഘാതം അനുഭവിക്കുന്നു. മരണമോ കഠിനമായ ശാരീരിക വൈകല്യങ്ങളോ അവർക്ക് സംഭവിക്കാം. യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സൈനികരിൽ പലരും PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലുള്ള കഠിനമായ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കാറുണ്ട്. 4. കുട്ടികളും വരും തലമുറയും. യുദ്ധത്തിന്റെ കറുത്ത നിഴൽ ഏറ്റവും കൂടുതൽ വീഴുന്നത് കുട്ടികളുടെ മേലാണ്. വിദ്യാഭ്യാസം തടസ്സപ്പെടുന്നു. മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നത് അവരെ അനാഥരാക്കുന്നു. ഭയാനകമായ ദൃശ്യങ്ങളും അനുഭവങ്ങളും അവരുടെ മാനസിക വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്നു. 5. പരിസ്ഥിതി ആഘാതം. ആധുനിക ആയുധങ്ങളും സ്ഫോടനങ്ങളും പ്രകൃതിക്ക് വലിയ ദോഷം ചെയ്യുന്നു. വിഷവാതകങ്ങൾ വായു മലിനീകരണത്തിന് കാരണമാകുന്നു. രാസായുധങ്ങളും സ്ഫോടക വസ്തുക്കളും മണ്ണും വെള്ളവും ദശാബ്ദങ്ങളോളം വിഷമയമാക്കുന്നു. ചുരുക്കത്തിൽ, യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ വലിയ മാനുഷിക നഷ്ടങ്ങളാണ് അത് അവശേഷിപ്പിക്കുന്നത്. യുദ്ധം ഉണ്ടാകുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നത് തീർച്ചയായും സംഭവിക്കുന്ന ഒന്നാണ്. അത് എങ്ങനെയാണ് സാധാരണക്കാരന്റെ പോക്കറ്റിനെ ബാധിക്കുന്നത് എന്ന് താഴെ പറയുന്ന പോയിന്റുകളിലൂടെ മനസ്സിലാക്കാം. 1. ഇന്ധന വിലയിലെ വർധനവ്. ഫ്യൂൾ പ്രൈസ് ഹൈക്ക്. യുദ്ധം നടക്കുന്നത് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പ്രധാന വ്യാപാര പാതകളിലോ ആണെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരും. പെട്രോൾ, ഡീസൽ വില കൂടിയാൽ ചരക്ക് ലോറികളുടെ വാടക കൂടും. ഇത് പച്ചക്കറി, പലവ്യഞ്ജനങ്ങൾ തുടങ്ങിയവയുടെ വില നേരിട്ട് വർദ്ധിപ്പിക്കുന്നു. 2. ആഗോള വിതരണ ശൃംഖല തടസ്സപ്പെടുന്നത്. സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ. ലോകം ഒരു ഗ്ലോബൽ വില്ലേജ് ആയതുകൊണ്ട് പല രാജ്യങ്ങളും ഭക്ഷണത്തിനായി പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, റഷ്യ-ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ ലോകത്തിലെ ഗോതമ്പ് വിതരണത്തെ അത് സാരമായി ബാധിച്ചു. ഇത് പല രാജ്യങ്ങളിലും ബ്രെഡ് ഉൾപ്പെടെയുള്ള ഗോതമ്പ് ഉൽപ്പന്നങ്ങളുടെ വില കൂടാൻ കാരണമായി. പാചക എണ്ണ, സൺഫ്ലവർ ഓയിൽ, വളങ്ങൾ, ഫെർട്ടിലൈസർ എന്നിവയുടെ വിതരണം തടസ്സപ്പെടുന്നത് കൃഷിയെയും ബാധിക്കും. കറൻസിയുടെ മൂല്യത്തകർച്ച. യുദ്ധസമയത്ത് രാജ്യങ്ങൾ കൂടുതൽ തുക പ്രതിരോധത്തിനായി ചിലവാക്കും. ഇത് സാമ്പത്തിക അസ്ഥിരതയുണ്ടാക്കുകയും രൂപയുടെ മൂല്യം കുറയാൻ കാരണമാവുകയും ചെയ്യും. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അപ്പോൾ കൂടുതൽ പണം നൽകേണ്ടി വരും. 4. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും. യുദ്ധഭീതി നിലനിൽക്കുമ്പോൾ സാധനങ്ങൾക്ക് ക്ഷാമം വരുമെന്ന് പേടിച്ച് ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങി വെക്കാൻ ശ്രമിക്കും. പാനിക് ബൈയിങ്. ഇത് മുതലെടുത്ത് ചില വ്യാപാരികൾ സാധനങ്ങൾ പൂഴ്ത്തിവെക്കുന്നതും വില കൂടാൻ കാരണമാകാറുണ്ട്. ഓർക്കുക, യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല. യുദ്ധത്തിന്റെ ഫലം ഒരിക്കലും മായാത്ത മുറിവുകൾ മാത്രമാണ്. യുദ്ധം വിതയ്ക്കുന്ന കണ്ണീർ മായ്ക്കാൻ ആയുധങ്ങൾ വെടിഞ്ഞ് കൈകോർക്കാം നമുക്ക്. അതിരുകളില്ലാത്ത ആകാശത്തിന് കീഴെ ഒറ്റ വംശമായ മനുഷ്യരായ പുലരാം. പകയുടെ കനലുകൾ ഊതിക്കെടുത്താം. സ്നേഹത്തിൻ സുഗന്ധം കാറ്റിൽ പടർത്താം. കുരുന്നുകൾ പാടും ചിരിതൻ സംഗീതം ലോകമെങ്ങും ശാന്തിയായി നിറയട്ടെ എന്നും. വിദ്വേഷത്തിന്റെ മതിലുകൾ തകർത്ത് ഐക്യത്തിന്റെ പാലങ്ങൾ പണിയാം. ഇന്നത്തെ സമാധാനം നാളത്തെ പ്രത്യാശ. നമുക്കൊരുമിച്ച് സമാധാനത്തിന്റെ വിത്തുപാകാം.